ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. നമ്മളിവിടെ അധ്യാത്മരാമായണത്തിലെ സ്തുതികൾ ഒരല്പപരിചയം എന്ന നിലയ്ക്കാണ് ചെയ്യുന്നത്. അതിലവസാനം അഹല്യയുടെ സ്തുതി നമ്മൾ ശ്രദ്ധിച്ചു. തുടർന്ന് ഒരു സ്തുതിയുടെ ലക്ഷണത്തോടുകൂടി അധ്യാത്മരാമായണത്തിൽ നമ്മൾ കാണുന്നത് പരശുരാമ സ്തുതിയാണ്. അത് മുഴുവൻ വായിക്കാൻ കഴിയില്ല. ഒരു 2 ദിവസം ഒത്തുചേരേണ്ടി വരും. എങ്കിലും അതിൻ്റെ ഒരു ആരംഭം നമുക്ക് ശ്രദ്ധിക്കാം. എന്നാൽ അതിനു മുമ്പ് സ്തുതി എന്ന് പൂർണ്ണമായി പറയാൻ വയ്യെങ്കിലും സ്തുതിയുടെ ലക്ഷണത്തോടു കൂടിയ ഒരു ചെറിയ ഭാഗമുണ്ട്. അത് യാഗരക്ഷ കഴിഞ്ഞ് അഹല്യ സ്തുതി, അഹല്യയുടെ ശാപമോക്ഷം എല്ലാം കഴിഞ്ഞ് വിശ്വാമിത്രൻ്റെ നിർദ്ദേശമനുസരിച്ച് മിഥിലയിലേക്ക് പുറപ്പെടുകയാണ്. അപ്പം മിഥിലയിലേക്ക് പോകുന്ന വഴി അവർ ഗംഗ തരണം ചെയ്യണം, ഗംഗയെ മറുകരയ്ക്ക് കടക്കണം. ആ സന്ദർഭത്തിൽ നാവികൻ, തോണിക്കാരൻ പറയുന്ന വളരെ സരസമായൊരു വാക്യമുണ്ട്. അത് സ്തുതിയുടെ ലക്ഷണങ്ങളില്ലെങ്കിലും സ്തുതിപൂർവകമായി പറയുന്നതാണ്. നോക്കൂ, അപ്പോൾ ഗംഗ കുറുകെ കടക്കണം. ആ സമയത്ത് തസ്മിൻ കാലേ നാവികേന നിഷിദ്ധോ രഘുനന്ദന. അങ്ങനെ ഗംഗ കടക്കാൻ വിശ്വാമിത്രനും രാമനും ലക്ഷ്മണനും ഒരുങ്ങുന്ന സമയത്ത് നാവികൻ രാമനെ തടഞ്ഞു. എന്നിട്ട് പറയുന്ന വാക്യമാണ്, നാവിക ഉവാച ക്ഷാളയാമി തവ പാദപങ്കജം ദാരുദൃശതോ കിമന്തരം മാനുഷീകരണചൂർണമസ്തി തേ പാദയോരിതി കഥാപ്രഥീയസി പാദാംബുജം തേ വിമലം ഹി കൃത്വാ പശ്ചാത്പരം തീരമഹം നയാമി നോ ചേത്തരീ സദ്യുവതീ മലേന സ്യാചേത് വിഭോ വിദ്ധി കുടുംബഹാനി. മനോഹരങ്ങളായ 2 ശ്ലോകങ്ങളേ ഉള്ളൂ. നോക്കൂ, ക്ഷാളയാമി തവ പാദപങ്കജം, ഹേ നാഥ, ഹേ നാഥ, അല്ലയോ നാഥ,
ക്ഷാളയാമി തവ പാദപങ്കജം. തവ പാദപങ്കജം അഹം ക്ഷാളയാമി. നിന്റെ പാദപങ്കജത്തെ, നിന്റെ കാലുകളാകുന്ന താമരയെ ഞാൻ ഇതാ കഴുകുന്നു. ഞാൻ കഴുകിയിട്ട് മതി തോണി കയറുക എന്നർത്ഥം. എന്താ കാരണം? ദാരു ദൃഷദോഹോ കിമന്തരം. ദാരുവിനും ദൃഷത്തിനും എന്താണ് അന്തരമുള്ളത്, എന്താണ് വ്യത്യാസമുള്ളത്? ദാരു മരം, ദൃഷത്ത് കല്ല്. ഇപ്പൊ കല്ലിനും മരത്തിനും എന്താ വ്യത്യാസം? വലിയ വ്യത്യാസമൊന്നുമില്ല, രണ്ടും വസ്തുക്കൾ. എന്താ അങ്ങനെ പറയാൻ കാരണം? മാനുഷീകരണ ചൂർണമസ്തി തേ പാദയോഹോ. തേ പാദയോഹോ, നിന്റെ രണ്ട് കാലുകളിലും മാനുഷീകരണ ചൂർണമസ്തി, മാനുഷീകരണ ചൂർണമുണ്ട് എന്ന് കഥാപ്രധീയസി, കഥ പ്രചരിക്കുന്നുണ്ട്, പ്രചരിച്ചിട്ടുണ്ട്. മാനുഷീകരണ ചൂർണം എന്ന് പറഞ്ഞാൽ മനുഷ്യനല്ലാത്തതിനെ മനുഷ്യനാക്കാനുള്ള എന്തോ ഒരു പൊടി നിന്റെ രണ്ട് കാലുകളിലും ഉണ്ട് എന്ന് പ്രസിദ്ധമാണ്. അപ്പം അത് കല്ലല്ലേ മനുഷ്യനായത് എന്ന് ചോദിച്ചാൽ കല്ലിനും മരത്തിനും ഇപ്പം എന്താ വ്യത്യാസം? ഈ തോണി മരം കൊണ്ടുണ്ടാക്കിയതാണ്. ഇപ്പം കഷ്ടകാലത്തിന് നിന്റെ കാലിലെ ആ പൊടി സ്പർശിച്ചിട്ട് എൻ്റെ തോണി മനുഷ്യനായി പോയാൽ ഞാനെന്ത് ചെയ്യും? അതും മനുഷ്യൻ മാത്രമല്ല, സ്ത്രീയാണ് ആവുന്നത്. അതാണ് നാവികൻ ചോദിക്കുന്നത്. അതുകൊണ്ട് നിന്റെ കാല് ഞാൻ ആദ്യം കഴിയിക്കാം, എന്നിട്ട് മതി കയറുക. പാദാംബുജം തേ വിമലം ഹി കൃത്വാ പശ്ചാത് പരം തീരമഹം നയാമി. പാദാംബുജത്തെ ആദ്യം തന്നെ വിമലമാക്കിയിട്ട് പരിശുദ്ധമാക്കിയിട്ട് പശ്ചാത് പിന്നീട് പരം തീരമഹം നയാമി, മറുകരയിലേക്ക് ഞാൻ കടത്താം. നോ ചേത്, അല്ലാതെ നിന്നെ എല്ലാവരെയും പോലെ നിന്നെ കാല് കഴുകിക്കാതെ കടത്തിയാൽ സംഭവിക്കാവുന്നൊരു കുഴപ്പം എന്താ? മലേന സദ്യുവതി തരി ചേത്, നോ ചേത് തരി, നോ ചേത് തരി. തരി എന്ന് പറഞ്ഞാൽ വഞ്ചി, തോണി. തരണം ചെയ്യാൻ ഉപയോഗിക്കുന്നത് എന്തോ അത് തരി. അപ്പം എൻ്റെ തരി, എൻ്റെ തോണി സദ്യുവതി, നല്ലൊരു യുവതിയായി പോയാൽ എന്ത് സംഭവിക്കും? ഹേ വിഭോ വിദ്ധി കുടുംബഹാനി, എൻ്റെ കുടുംബം തകർന്നു പോകും. എൻ്റെ കുടുംബത്തിൽ എൻ്റെ പത്നിയും മക്കളൊക്കെ ഉണ്ടാവും. അവരെ സംരക്ഷിക്കണത് ഞാൻ ഈ തോണി ഉപയോഗിച്ച ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടാണ്. അപ്പോൾ ഈ തോണി പെണ്ണായി പോയാൽ എന്താവും സ്ഥിതി? പ്രശ്നം ഒന്ന്. രണ്ട്, ഒരു യുവതിനെയും കൊണ്ട് വീട്ടിൽ ചെന്നാൽ എന്താവും സ്ഥിതി? അത് അതിനേക്കാൾ പ്രശ്നം. രണ്ടായാലും എൻ്റെ കുടുംബം നശിച്ചു പോകും. അതുകൊണ്ട് നിൻ്റെ കാല് ഞാൻ നല്ലപോലെ ഒന്ന് കഴുകിക്കട്ടെ, എന്നിട്ട് മതി കയറുക എന്ന് പറയുന്ന മനോഹരമായ 2 ശ്ലോകങ്ങളാണ്. എന്തുകൊണ്ടാണെന്ന് അറിയില്ല, എഴുത്തച്ഛൻ ഇത് എടുത്തിട്ടില്ല. കിളിപ്പാട്ടായി അനുവാദം ചെയ്യുമ്പോൾ ഈ 2 ശ്ലോകങ്ങളിലുള്ള ആശയത്തെ എഴുത്തച്ഛൻ ഉപേക്ഷിച്ചിരിക്കുക. എന്താ ഉപേക്ഷിച്ചതെന്ന് നമുക്കറിയില്ല, ഉപേക്ഷിച്ചിരിക്കുകയാണ്, ഇതെടുത്തിട്ടില്ല. ശരി, പിന്നീട് നമ്മൾ അധ്യാത്മരാമായണത്തിൽ അതിമനോഹരമായ സർവലക്ഷണയുക്തമായൊരു സ്തോത്രം കാണുന്നത് പരശുരാമൻ്റെ സ്തുതിയാണ്. അവിടെ തന്നിലെ
ആ വൈഷ്ണവ തേജസ്സിനെ രാമനിൽ സന്നിവേശിപ്പിച്ച് രാമൻ്റെ അസ്ത്രത്തിന് ലക്ഷ്യമാക്കി തൻ്റെ തപസ്സുകൊണ്ട് നേടിയ മുഴുവൻ പുണ്യത്തെയും കൊടുത്ത്, മുഴുവൻ ഇത്രയും കാലം തപസ് ചെയ്ത മുഴുവൻ പുണ്യത്തെയും രാമൻ്റെ അസ്ത്രത്തിന് ലക്ഷ്യമാക്കി തീർത്ത് വീണ്ടും തപസ്സിനായിക്കൊണ്ട് പുറപ്പെടുകയാണ് പരശുരാമൻ. ആ സമയത്ത് ചെയ്യുന്ന സ്തുതിയാണ് അടുത്ത സ്തുതി. നമുക്ക് മുഴുവൻ വായിക്കാൻ പറ്റില്ല, അല്പമാത്രം ശ്രദ്ധിക്കാം. ഇവിടെ നേരത്തെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, വാൽമീകീയ രാമായണത്തിൽ ഈ സ്തുതികളൊന്നും തന്നെ ഇല്ല എന്നുള്ളത്. സ്തുതികളില്ലെങ്കിലും ഇവിടെ പറഞ്ഞ തന്തുക്കളൊക്കെ അവിടെ ഉണ്ട്, അതായത് ഈ സംഭവങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ പരശുരാമൻ വരിക വൈഷ്ണവ തേജസ്സിനെ രാമനിലാക്കുക, അതൊന്നും വാൽമീകി രാമായണത്തിലില്ല. പ്രത്യേകം ശ്രദ്ധിക്കണം. ഏതായാലും പരശുരാമൻ താൻ തപസ് ചെയ്തതും തനിക്ക് ഭഗവാന്റെ അനുഗ്രഹം ലഭിച്ചതും എല്ലാം പറഞ്ഞുകൊണ്ട് രാമനോട് പറയുകയാണ്, സയേവ വിഷ്ണുസ്ത്വം രാമ ജാതോസി ബ്രഹ്മണാർത്ഥിതഃ മയി സ്ഥിതം തു ത്വത്തേജ ത്വയൈവ പുനരാഹതം ആഹൃതം അദ്യ മേ സഫലം ജന്മ പ്രതീതോസി മമ പ്രഭോ ബ്രഹ്മാദിവിരലഭ്യസ്ത്വം പ്രകൃതേ പാരഗോമതഃ. ഏതൊരു ഭഗവാനാണോ എന്നെ പൂർണ്ണമായി അനുഗ്രഹിച്ച് എൻ്റെ തപസ്സിന് അനന്തരം എന്നെ പൂർണ്ണമായി അനുഗ്രഹിച്ചത് ഏതൊരു ഭഗവാനാണോ, ഹേ രാമ, ആ വിഷ്ണു തന്നെയാണ് നീ എന്ന് ഞാൻ അറിയുന്നു. ജാതോസി, നീ ജനിച്ചവനായിരിക്കുന്നു. എന്തിന് ജനിച്ചവനായിരിക്കുന്നു? ബ്രഹ്മണാ അർത്ഥിതഃ, ബ്രഹ്മാവിനാൽ പ്രാർത്ഥിക്കപ്പെട്ടിട്ട് ജനിച്ചവനായിരിക്കുന്നു നീ. അങ്ങനെയുള്ള നിന്നിലേക്ക് എൻ്റെ തപസ്സിലൂടെ ലഭിച്ച മുഴുവൻ തേജസ്സിനെയും ഞാൻ സമർപ്പിച്ചിരിക്കുന്നു. ഹേ പ്രഭോ, എൻ്റെ ജന്മം ഇന്ന് സഫലമായതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു. എന്തുകൊണ്ട്? പ്രതീതഹാസി, നീ എനിക്ക് മുമ്പാകെ കാണപ്പെട്ടുവല്ലോ. നീ എൻ്റെ മുമ്പാകെ കാണപ്പെട്ടതുകൊണ്ട് എൻ്റെ ജന്മം ഇന്ന് സഫലമായതായി ഞാൻ മനസ്സിലാക്കുന്നു. നീ ബ്രഹ്മാവ് തുടങ്ങിയവർക്കും അലഭ്യനാണ്, ലഭിക്കത്തക്കവനല്ല. ഇപ്പം ബ്രഹ്മാവ് തുടങ്ങിയവർക്കും ലഭിക്കത്തക്കവനല്ലാത്ത നീ പ്രകൃതേഹേ പാരഗഃ, പ്രകൃതിക്ക് ഉപരിയുള്ള നീ ഇതാ എനിക്ക് പ്രത്യക്ഷനായിരിക്കുന്നല്ലോ. അതുകൊണ്ട് എൻ്റെ ജന്മം സഫലമായിരിക്കുന്നു. ഇത് നമ്മൾ സാമാന്യ അർത്ഥം മനസ്സിലാക്കി പോവുകയാണ്. കിളിപ്പാട്ട് എല്ലാവർക്കും പരിചയമുള്ളതാണ്. അപ്പോൾ കിളിപ്പാട്ടിലെ പരശുരാമ സ്തുതി ഓർമ്മിക്കണം ഇത് കേൾക്കുന്ന സമയത്ത്. ത്വയി ജന്മാദിഷഡ്ഭാവാഃ ന സന്ധ്യജ്ഞാനസംഭവാഃ നിർവികാരോസി പൂർണ്ണസ്ത്വം ഗമനാദിവിവർജിതഃ. ത്വയി ജന്മാദിഷഡ്ഭാവാഃ ന സന്തി, നിന്നിൽ ജന്മാദിഷഡ്ഭാവങ്ങളില്ല. ഏതാ ജന്മാദിഷഡ്ഭാവങ്ങൾ? നമ്മൾ എല്ലാ ദേഹങ്ങൾക്കും, ഈ പ്രപഞ്ചത്തിലെ എല്ലാ ദേഹങ്ങൾക്കും
ഷഡ്ഭാവങ്ങളുണ്ട്, ഷഡ്ഭാവ വികാരങ്ങൾ. ഈ ഷഡ്ഭാവ വികാരങ്ങളിലൂടെയാണ് നമ്മളെല്ലാം കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ആദ്യം തന്നെ ജനിക്കുക എന്നുള്ള അവസ്ഥ. ജനിക്കുക, ഇതിൽ ഈ എല്ലാ ജീവരാശിക്കെന്ന് പറയുമ്പോൾ ജനന പ്രക്രിയയിൽ വ്യത്യാസം ഉണ്ടാവും. ഇപ്പോൾ ദ്വിജന്മാരായിട്ടുള്ളവർ, ദ്വിജന്മാരെന്ന് പറഞ്ഞാൽ ആദ്യം മുട്ടയായിട്ട് ജനിച്ചു, പിന്നെ മുട്ട പൊട്ടി പുറത്ത് വീണ്ടും വന്നു. അങ്ങനെ 2 പ്രാവശ്യം ജനിക്കുന്നവർക്കാണ് ദ്വിജൻ എന്ന് പറയുക. പക്ഷികളൊക്കെ ദ്വിജന്മാരാണ്. പക്ഷികൾ അതുപോലെ മുട്ട പൊട്ടി ഉണ്ടാവുന്നതൊക്കെ. ഇപ്പം സാമാന്യമായിട്ട് നമുക്ക് അമ്മയിൽ നിന്ന് ജന്മം ലഭിക്കുന്നു. അങ്ങനെ ജനിച്ചു എന്ന് കേട്ട് കഴിഞ്ഞാൽ അടുത്ത ചോദ്യം എന്താ? ഇപ്പം ഉണ്ടല്ലോ ഇല്ലേ, ആരോഗ്യമായിട്ടിരിക്കണില്ലേ എന്നാ നമ്മൾ ചോദിക്കുക. ആരോഗ്യമായിട്ടിരിക്കണില്ലേ എന്ന് ചോദിച്ചാൽ അതിൻ്റെ അർത്ഥം ഉണ്ടല്ലോ എന്നാ. അങ്ങനെ ചോദിച്ചാൽ മോശമല്ലേ എന്നുള്ളതുകൊണ്ടാണ് ആരോഗ്യമായിട്ടിരിക്കണില്ലേ എന്ന് ചോദിക്കുന്നത്. മൂന്നാമത്തെ ഭാവം വളരുക എന്നുള്ളതാണ്. ജനിച്ച കുട്ടികൾ എത്ര പെട്ടെന്നാണ് വളരണത്. ജനിച്ചപ്പോൾ അത്രയേ ഉള്ളൂ, ദിവസം തോറും വളരുക, ദിവസം വളരും. അങ്ങനെ വളർന്നാൽ അവർക്ക് എവിടെ ഇരിക്കാൻ ഇടണ്ടാവുക? ഇല്ല. ഒരു നിശ്ചിത പ്രായം വരെ മാത്രമേ അങ്ങനെ വളരുള്ളൂ. പിന്നെ വളരുന്ന തോത് കുറയും, പിന്നെ വളരുന്ന തോത് അവിടെ നിൽക്കും. പിന്നെന്തിനാ? വിപരിണമതേ. അപ്പോൾ ജായതേ അസ്തി വർദ്ധതേ വിപരിണമതേ. മാറ്റങ്ങൾ വരുന്നു. പിന്നെ മാറ്റങ്ങൾക്കാണ് പ്രാധാന്യം. സ്ത്രീ പുരുഷാദി ഭേദങ്ങൾ, അതിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങളൊക്കെ പ്രകടമാകും. എല്ലാ കാലവും മാറിക്കൊണ്ടിരിക്കുകയോ? അതില്ല. ഒരു നിശ്ചിത മാറ്റം വന്നു കഴിഞ്ഞാൽ പിന്നെ കുറേ കാലം അങ്ങനെ നിൽക്കും. പിന്നെ അപക്ഷീയതേ, ക്ഷയിക്കാൻ തുടങ്ങി. ക്ഷയം തുടങ്ങി. അതിൻ്റെ മാറ്റങ്ങളൊക്കെ വരും. പണ്ടത്തെ പോലെ അങ്ങോട്ട് ഓടാൻ പറ്റണില്ല എന്നൊക്കെ പറയാറില്ലേ? അതെ. അപ്പോൾ അത് അടുത്തതിലേക്ക് എത്തും. നശ്യതി. എവിടെ പോയി? എള കാറ്റ് പോയി, നീ അറിഞ്ഞില്ലേ? കഴിഞ്ഞു. ഈ 6 ഭാവങ്ങളിലൂടെ കറങ്ങുന്നതാണ് ഈ ജീവരാശികളൊക്കെ. ജഗത് എന്ന് പറയപ്പെടുന്നതൊക്കെ ചലിക്കുന്നതാണ് ഈ 6 ഭാവങ്ങളിലൂടെയുള്ള ചലനം. ഹേ ഭഗവാനെ, നിന്നിൽ ഈ ഷഡ്ഭാവ വികാരങ്ങളില്ല. അതാണ് പറയുന്നത്. നിന്നിൽ ത്വയി ജന്മാദി ഷഡ്ഭാവാഹ അനസന്തി അജ്ഞാനസംഭവാഹ. ഇവയെല്ലാം അജ്ഞാനത്തിൽ നിന്ന് സംഭവിക്കുന്നവയാണ്. അതെങ്ങനെ അജ്ഞാനത്തിൽ നിന്ന് സംഭവിക്കുന്നേ? സ്വരൂപബോധമില്ലായ്മ കൊണ്ടാണ് ഉപാധികളോട് താതാത്മ്യപ്പെട്ട് കർമ്മങ്ങളുടേതായ ഫലങ്ങളെ തന്നിലേക്ക് അധ്യസിച്ച് വീണ്ടും വീണ്ടും ജനിക്കുകയും മരിക്കുകയും ചെയ്യേണ്ടി വരുന്നത്. അതുകൊണ്ട് ജന്മവും ജന്മാന്തരമുള്ള എല്ലാ വികാരങ്ങളും അജ്ഞാനസംഭവാഹ. അപ്പം നീ ആര്? നിർവികാരോസി. നീ നിർവികാരനാകുന്നു. ഈ ഭാവവികാരങ്ങളൊന്നുമില്ല. പൂർണ്ണസ്ത്വം, നീ പൂർണ്ണനാകുന്നു. ഗമനാദി വിവർജിത, ചലനം തുടങ്ങിയവ ഇല്ലാത്ത സ്വരൂപപ്രതിഷ്ഠനാണ് നീ. ഇത് തന്നെയാണ് അനുവാദമായിട്ട് ചെയ്തിട്ടുള്ളത്. പക്ഷെ മനോഹരമായ ഭാഷയാണ് കിളിപ്പാട്ടാവുമ്പോൾ, ഒന്നുകൂടി എന്ന് മാത്രം. യഥാ ജലേഭേന ജാലം ധൂമോ വഹ്നൗ യഥാ തഥാ ത്വയി ത്വദാധാരാ ത്വദ്വിഷയ മായാകാര്യം സൃജത്യഹോ. യഥാ ജലേ ഭേന ജാലം.
യഥാ ജലേ ഫേനജാലം. ഫേനം പത. എപ്രകാരമാണോ വെള്ളത്തിൽ പതയുണ്ടാവുന്നത്, ഈ പത വെള്ളത്തിൽ നിന്ന് അന്യമാണോ? അല്ല, എന്ന് അന്യമായി കാണും. നമ്മൾ ചില പ്രദേശങ്ങളിൽ, എല്ലാ പ്രദേശങ്ങളിലും കാണാറില്ല, കടപ്പുറത്ത് പോയി കഴിഞ്ഞാൽ വലിയ കട്ടയായിട്ട് കാണാറുണ്ട് ഈ ഫേനം. കുട്ടികളാവുമ്പോൾ അതെടുത്ത് കളിക്കുക ഒക്കെ പതിവുണ്ട്. അപ്പം അങ്ങനെ വലിയൊരു കട്ട ഞാൻ എടുത്ത് കൊണ്ടുപോയി നിച്ചോളൂ. എന്നിട്ട് ഒരു വലിയ പ്ലേറ്റിൽ വെച്ചു. പിറ്റേന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു 1/2 ടീസ്പൂൺ വെള്ളം ഉണ്ടാവും, അത്രേ ഉണ്ടാവുള്ളൂ, വേറെ ഒന്നും ഉണ്ടാവില്ല. ഇപ്പോൾ ഒരു 1/2 ടീസ്പൂൺ വെള്ളമാണ് ഇത്ര വലിയ പതയായി മാറിയത്. വേറൊരു വസ്തുവില്ല, വേറെ യാതൊരു വസ്തുവില്ല. ഇപ്പം വെള്ളത്തിൽ നിന്ന് അന്യമായി ഒരു വസ്തുവുമില്ലെങ്കിലും വെള്ളത്തിൽ നിന്ന് ഭിന്നമായി പത കാണപ്പെട്ടു. പതയുണ്ട്, പതയില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, പതയുണ്ട്. എന്നാ ഉണ്ടോ? വെള്ളത്തിൽ നിന്ന് ഭിന്നമായിട്ട് ഇല്ല. അതുകൊണ്ട് പതയെ നമ്മൾ മിഥ്യ എന്ന് പറയും. ഇല്ലാത്തതാണെന്ന് പറയരുത്, അസത്താണെന്ന് പറയരുത്, മിഥ്യയാണെന്ന് പറയും. മിഥ്യ എന്ന് പറഞ്ഞാൽ ഇല്ലാത്തത് നല്ല അർത്ഥം. പലരും മിഥ്യ എന്നുള്ളതിന് ഇല്ലാത്തത് എന്നർത്ഥം മനസ്സിലാക്കണമുണ്ട്. ഇല്ലാത്തതെന്ന് അർത്ഥമില്ല മിഥ്യയ്ക്ക്. മിഥ്യയ്ക്ക് അധിഷ്ഠാന സദ്വസ്തുവിൽ നിന്ന് ഭിന്നമായി ഇല്ലാത്തത് എന്നേ അർത്ഥമുള്ളൂ. ഉണ്ടെന്ന് കാണപ്പെടുന്നതും കാരണഭിന്നമായി ഇല്ലാത്തതുമെന്തോ അതാണ് മിഥ്യ, അല്ലാണ്ട് ഇല്ലാത്തതല്ല. ഇവിടെ പത എന്നുള്ളത് മിഥ്യയാണ് ഈ പറഞ്ഞ ദൃഷ്ടാന്തത്തിൽ. അതുപോലെ ധൂമോ വന്നൗ, അഗ്നിയിൽ നിന്ന് പുക പ്രകടമാകുന്നത് പോലെ. അവിടെ അഗ്നിയിൽ നിന്ന് പുക പ്രകടമാകുന്ന ദൃഷ്ടാന്തം പൂർണ്ണമല്ല. കാരണം പുക അന്യവസ്തുവിൽ നിന്നാണ് ഉണ്ടാവുന്നത്, അഗ്നിയിൽ നിന്നല്ല. അഗ്നിയുടെ സ്വഭാവമല്ല പുക. അഗ്നിയിൽ നിന്ന് അനന്യമല്ല പുക. പുക അന്യവസ്തുവിൽ നിന്നാണ് ഉണ്ടാവുന്നത്. വിറക് അല്ലെങ്കിൽ പച്ചിലകൾ, അവിടെ തന്നെ വിറകിൽ നിന്ന് പുക ഉണ്ടാവുന്നു എന്ന് പറഞ്ഞാൽ വിഷമമുണ്ട്. വിറകിൽ തന്നെ ജലം തുടങ്ങിയവയുടെ സാന്നിധ്യം ഉണ്ടാകുമ്പോഴാണ് പുക കൂടുതലുണ്ടാകുന്നത്. അത് ദൃഷ്ടാന്തം പൂർണ്ണമല്ല. എങ്കിലും നമുക്ക് മനസ്സിലാക്കാം, മറ്റൊരു കാരണമില്ലാതെ തന്നെ അഗ്നിയിൽ നിന്ന് പുക പ്രകടമാകുന്നത് പോലെ ത്വയി, നിന്നിൽ, ത്വദാധാര ത്വദ്വിഷയമായ, ത്വദാധാര നീയാകുന്ന ആധാരത്തിൽ വർത്തിക്കുന്നവളും, ത്വദ്വിഷയ ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. പരമാത്മാവിൽ തന്നെ വർത്തിക്കുമ്പോഴും പരമാത്മാവിനെ വിഷയീകരിക്കാൻ കഴിയുന്നു. അതാണ് മായയുടെ വിശേഷം. പരമാത്മാവിൽ തന്നെ നിവസിക്കുമ്പോഴും നിലകൊള്ളുമ്പോഴും പരമാത്മാവിനെ വിഷയീകരിക്കാനും അനേക ഭാവങ്ങളിൽ പ്രകടമാക്കാനും സാധിക്കുന്നു. അപ്പൊ ത്വദാധാര ത്വദ്വിഷയാച്ച മായാ കാര്യം സൃജത്യോഹോ, ഈ കാര്യപ്രപഞ്ചത്തെ ഉണ്ടാക്കുന്നു. അപ്പൊ കാര്യപ്രപഞ്ചം ഏതുപോലെയാ? വെള്ളത്തിൽ പത പോലെയാണ്, അഗ്നിയിൽ പുക പോലെയാണെന്ന് പറയുന്ന ദൃഷ്ടാന്തം പൂർണ്ണമല്ല. എങ്കിലും ഇവിടെ ആ ദൃഷ്ടാന്തം പറഞ്ഞു എന്ന് മനസ്സിലാക്കുക. യാവൻ മായാവൃതാ ലോകാഃ താവത്വാം ന വിജാനതേ അവിചാരിത സിദ്ധൈഷ അവിദ്യ വിദ്യാവിരോധിനി.
യാവൻ മായാവൃതാ ലോകാഹ താവത്വാം ന വിജാനതേ. എത്ര കാലം വരെ ഈ ലോകത്തിലുള്ളവർ മായാവൃതന്മാരാണോ അത്രയും കാലം നിന്നെ മനസ്സിലാക്കുന്നില്ല. മായാവൃതന്മാർ എന്ന് പറഞ്ഞാൽ മായയാൽ ആവൃതന്മാർ, മൂടപ്പെട്ടവർ. ഏഷ അവിദ്യ അവിചാരിത സിദ്ധ. ഈ അവിദ്യ അവിചാരിത സിദ്ധയാണ്. എന്താ ഈ അവിചാരിത സിദ്ധ എന്ന് പറഞ്ഞാൽ? വിചാരം ചെയ്താൽ ഉണ്ടാവില്ല, വിചാരം ചെയ്യാതിരിക്കുമ്പോൾ സിദ്ധയാകുന്നവളാണ്, സിദ്ധിക്കുന്നവളാണ്. അവിദ്യയുടെ സ്വഭാവം അതാണ്. അവിചാരിത സിദ്ധ അവിദ്യ. വിചാരം ചെയ്താൽ അവിദ്യയില്ല. അപ്പം നമ്മൾ അവിദ്യയുടെ ആവരണ വിക്ഷേപങ്ങളാൽ ബന്ധിക്കപ്പെടുന്നു, ബാധിക്കപ്പെടുന്നു. എത്ര കാലം വരെ? ശരിയായ വിചാരം നമ്മളിൽ ഉറയ്ക്കുന്നത് വരെ. നമ്മളിൽ ശരിയായ വിചാരം ഉറച്ചു കഴിഞ്ഞാൽ പിന്നെ അവിദ്യ നമ്മളെ ബാധിക്കില്ല. അതാണ് പറയുന്നത് അവിചാരിത സിദ്ധ. ഇതിലൂടെ വേറൊരു വിഷയമുണ്ട്. ഈ വിചാരം എന്ന് പറഞ്ഞാൽ തത്വനിർണയത്തിലെത്താതെ വിചാരം ചെയ്തതുകൊണ്ട് അവിദ്യ പോകുന്ന അർത്ഥമില്ല. ഒരു മായാവി നമ്മുടെ മുമ്പിൽ ഒരു മായാപ്രയോഗം കാണിക്കുക എന്ന് വിചാരിച്ചോളൂ. വളരെ നിഗൂഢങ്ങളായ ഒരുപാട് മായാപ്രയോഗങ്ങൾ അടങ്ങുന്ന ഇന്ദ്രജാലങ്ങളും മഹേന്ദ്രജാലങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. ഇടക്കാലത്ത് ഇന്ദ്രജാലമൊക്കെ കുറച്ചൊന്ന് മങ്ങിയിരുന്നു. ഇപ്പം നന്നായിട്ട് വരുന്നുണ്ട് വീണ്ടും ലോകത്തിൽ. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നല്ലപോലെ മഹേന്ദ്രജാലം ഇന്ന് വളരുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ഇന്ദ്രജാലം, ഒരു മഹേന്ദ്രജാലം നമ്മൾ കാണുകയാണെന്ന് വിചാരിച്ചോളൂ, എന്തെങ്കിലും ഒന്ന്. അപ്പം നമ്മൾ അതിനെക്കുറിച്ച് വിചാരം ചെയ്തു. എന്താ അത്? ഇപ്പോൾ ഒരാൾ പെട്ടെന്നൊരു സിംഹമായിട്ട് നമ്മുടെ മുമ്പിലേക്ക് ചാടി. നമ്മൾ ഭയപ്പെട്ടു എന്ന് കണ്ടപ്പോൾ ഉടനെ അതൊരാടായിട്ട് തിരിച്ച് സ്റ്റേജിൽ കയറി വീണ്ടും അയാൾ മായാവിയായിട്ട് വന്നു നമ്മുടെ മുമ്പിൽ. അപ്പം ആദ്യം അയാൾ സിംഹമായി ചാടി, തിരിച്ചയാൾ ആടായിട്ട് കയറി, വീണ്ടും അത് അയാൾ തന്നെയായി. 3 ഘട്ടത്തിലും അയാൾ തന്നെയായിരുന്നു. പക്ഷെ നമ്മൾ കണ്ടു സിംഹത്തെ, അത് യാതൊരു സംശയവും ഇല്ല. ഈ പറഞ്ഞ ദൃഷ്ടാന്തത്തിൽ എങ്ങനെയാണെന്നാവും അയാൾ സിംഹമായത്, എങ്ങനെയാണ് അയാൾ പിന്നെ ആടായത്, എങ്ങനെയാണ് അയാൾ തന്നെയായത് എന്ന് നമ്മൾ എത്ര വിചാരം ചെയ്താലും അത് ഇല്ലാണ്ടാവുമൊന്നുമില്ല. പിന്നെയും പിന്നെയും കാണുമ്പോഴും അത് അങ്ങനെ തന്നെയാണ് ഉണ്ടാവുക. എന്നാൽ അയാളിൽ നിന്ന് ഇതിൻ്റെ രഹസ്യം കേട്ട് മനസ്സിലാക്കുകയും കണ്ട് മനസ്സിലാക്കുകയും ചെയ്ത് ആ വിചാരത്തെ ഉറപ്പിച്ചു കഴിഞ്ഞാൽ ഇനി പറ്റുമോ? ഇനിയില്ല. ഇനി അയാൾക്ക് നമ്മുടെ മുമ്പിൽ സിംഹാവാനും കഴിയില്ല, ആടാവാനും കഴിയില്ല. കാരണം ആ പ്രയോഗത്തിൻ്റെ രഹസ്യം അയാൾ നമുക്ക് പറഞ്ഞു തന്നു കഴിഞ്ഞു. അതിനെ നമ്മൾ വിചാരം ചെയ്ത് ഉറപ്പിച്ചു. പിന്നെ ആ മായ നമ്മളെ ബാധിക്കുന്നില്ല. ഇതുപോലെ എന്താണ് പരമാർത്ഥം എന്നുള്ളത് അറിഞ്ഞ് വിചാരം ചെയ്താൽ പിന്നെ അവിദ്യ നമുക്കുണ്ടാവില്ല. അതാണ് അവിചാരിത സിദ്ധ വിദ്യാവിരോധിനി. ഈ അവിചാരിത സിദ്ധയായിരിക്കുന്ന അവിദ്യ എന്താണ്? വിദ്യാവിരോധിനി, വിദ്യയെ വിരോധിക്കുന്നവളാണ്, അഥവാ വിദ്യയാൽ വിരോധിക്കപ്പെടുന്നവളാണ്. രണ്ടർത്ഥം ശരിയാണ്. അവിദ്യ വിദ്യയെ വിരോധിക്കുന്നു. ഇനി ശരിയായ വിദ്യ കൊണ്ട് അവിദ്യയെ വിരോധിക്കാൻ കഴിയും. അതുകൊണ്ടാണ് നമ്മൾ വിദ്യാഭ്യാസം ചെയ്യണമെന്ന് പറയുന്നത്. ശരിയായ വിദ്യ നേടിക്കഴിഞ്ഞാൽ പിന്നെ അവിദ്യ നമ്മളെ ബാധിക്കില്ല. അതാണ് അർത്ഥം. നോക്കൂ,
അവിദ്യാകൃതദേഹാദി സംഘാതേ പ്രതിബിംബിത ചിച്ഛക്തിർജീവലോകേസ്മിൻ ജീവ ഇത്യഭിധീയതേ. അവിദ്യാകൃതദേഹാദി സംഘാതേ പ്രതിബിംബിത ചിച്ഛക്തിർജീവലോകേസ്മിൻ ജീവ ഇത്യഭിധീയതേ. പൊതുവെ എപ്പോഴും നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എന്താണ് ഈ ജീവൻ? ആരാണ് ജീവൻ? എന്താണ് ജീവൻ? അഥവാ എന്തിനെ കൊണ്ടാണ് ജീവൻ എന്ന് പറയുന്നത് എന്നുള്ള ചോദ്യം ശാസ്ത്ര വിചാര മാർഗത്തിൽ പോകുന്നവരിലൊക്കെ ഉണ്ടാവാറുള്ള ഒരു ചോദ്യമാണ്. ഇത്ര സ്പഷ്ടമായിട്ട് ജീവനെ നിർവചിക്കുന്നൊരു ഭാഗം ശാസ്ത്രത്തിൽ തന്നെ കാണുക ചുരുക്കമാണ്. എന്താണ് ജീവൻ? പറയാണ്, അവിദ്യാകൃത ദേഹാദി സംഘാതേ പ്രതിബിംബിത ചിച്ഛക്തി അസ്മിൻ ജീവലോകേ ജീവ ഇതി അഭിധീയതേ. നോക്കൂ, അവിദ്യാകൃത ദേഹാദി സംഘാതേ, അവിദ്യാകൃതമായ ദേഹാദി സംഘാതത്തിൽ, ദേഹാദി സംഘാതം, ദേഹം തുടങ്ങിയ സംഘാതം, സംഘാതം ചേർന്നിരിക്കുന്നത്. എന്തൊക്കെ ചേർന്നായിരിക്കുന്നേ? ഈ സ്ഥൂല ശരീരം പോരാ, ജ്ഞാനേന്ദ്രിയങ്ങൾ, കർമ്മേന്ദ്രിയങ്ങൾ, പ്രാണങ്ങൾ, മനസ്സ്, ബുദ്ധി, 18. സ്ഥൂല ശരീരം 1, സൂക്ഷ്മ ശരീരത്തിലെ ഘടകങ്ങൾ 17. അങ്ങനെ 1ഉം 17ഉം 18. ഈ 18നെയും അതിക്രമിച്ചാലേ സ്വരൂപബോധത്തിലേക്ക് എത്തൂ. അത് ശ്രദ്ധിക്കുക. 18ഉം കടക്കണം, അപ്പോഴാണ് സ്വരൂപബോധത്തിലേക്ക് എത്തുന്നത്. അപ്പോൾ ഈ ദേഹസംഘാതത്തിൽ ശരിയായ തത്വബോധമില്ലാത്തതുകൊണ്ട് താദാത്മ്യത്തോടുകൂടിയിരിക്കുന്ന ഈ ദേഹസംഘാതത്തിൽ പ്രതിബിംബിച്ചിരിക്കുന്ന ചിച്ഛക്തി, ചിച്ഛക്തി കേവലമായ ആത്മാ, ചിത്ത്, ചിത്ത് കേവല ജ്ഞാനമാണ്, സത്ത് കേവല ഉണ്മയാണ്, ആനന്ദം കേവല സുഖമാണ്. സത്ത്, ചിത്ത്, ആനന്ദം, കേവലമായ ഉണ്മ സത്ത്, കേവലമായ ജ്ഞാനം ചിത്ത്, കേവലമായ സുഖം ആനന്ദം. ഇപ്പം ചിച്ഛക്തി, ഈ ജ്ഞാനശക്തി, കേവല ജ്ഞാനശക്തി ഈ ദേഹാദിസംഘാതത്തിൽ പ്രതിബിംബിക്കുമ്പോൾ അതിന് ജീവലോകേ അസ്മിൻ, ഈ ജീവലോകത്തിൽ എന്ത് പറയുന്നു? ജീവ ഇത്യഭിധീയതേ, ജീവൻ എന്ന് പറയുന്നു. ജീവന് വേദാന്തശാസ്ത്രത്തിൽ എപ്പോഴും നമ്മൾ പഠിക്കുമ്പോൾ ഉപയോഗിക്കുന്ന ശബ്ദം ചിദാഭാസൻ എന്നുള്ളതാണ്. ചിത്തത്തിലുള്ള, അന്തഃകരണത്തിലുള്ള ചിത് ശക്തിയുടെ ആഭാസം, പ്രതിബിംബം, അതിനെയാണ് ഈ പറഞ്ഞത്. ഇപ്പൊ സൂക്ഷ്മ ശരീരത്തിലെ ചിത് ശക്തിയുടെ പ്രതിബിംബത്തിനാണ് ജീവൻ എന്ന് പറയുന്നത്. അപ്പൊ വളരെ ശ്രദ്ധിച്ചാൽ, ജീവൻ കേവലാത്മാവാണോ? അല്ല. ജീവൻ കേവല ശരീരോപാധിയാണോ? അല്ല. ശരീരോപാധിയും അതിൽ പ്രതിബിംബിച്ചിരിക്കുന്ന ആത്മഭാവവും ചേർന്ന ഒരു 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 അവസ്ഥയാണ് ജീവൻ എന്ന് നമ്മൾ പറയുന്നത്, ജീവാത്മാ. ശ്രദ്ധിക്കുക, കേവലാത്മാവല്ല ജീവൻ, കേവല ഉപാധിയും അല്ല. ഉപാധിയും ആത്മാവും ചേർന്ന ഭാവം, അതിന് പറയുന്ന പേരാണ് ജീവനെന്ന്. എന്നിട്ട് യാവദ്ദേഹമനപ്രാണ ബുദ്ധ്യാദിഷ്വഭിമാനവാൻ താവത് കർത്തൃത്വ ഭോക്തൃത്വ സുഖദുഃഖാദിഭാഗ് ഭവേത്.
ഇതെന്തിനാപ്പത് രാമനെ പഠിപ്പിക്കുകയാണോ അവിടെ? എന്താണ് ജീവൻ ഒക്കെ? അല്ല. ഈ സംസാരങ്ങൾ, ഈ ക്ലേശങ്ങളൊന്നും എനിക്കുണ്ടാവരുതേന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി പറയുകയാണ്. യാവത് ദേഹമനപ്രാണ ബുദ്ധ്യാദിഷു അഭിമാനവാൻ താവത് കർത്തൃത്വ ഭോക്തൃത്വ സുഖദുഃഖാദിഭാഗ് ഭവേത്. യാവത് എത്ര കാലം വരെ ഒരാള് ദേഹ മന പ്രാണ ബുദ്ധ്യാദിഷു അഭിമാനവാൻ, ശരീരം, പ്രാണങ്ങൾ, മനസ്സ്, ബുദ്ധി തുടങ്ങിയവയിൽ അഭിമാനത്തോടു കൂടിയിരിക്കുന്നുണ്ടോ? ഇപ്പം ദേഹത്തിൽ ദേഹം ഞാനല്ലാന്ന് എല്ലാവർക്കും അറിയാം. ദേഹം എൻ്റെതാണ്, ദേഹം എൻ്റെതാണ്. എങ്കിലും നമ്മൾ എന്താ അഭിമാനിക്കുന്നേ? ഇത് തന്നെ ഞാൻ അഭിമാനിക്കുന്നു, ഇത് തന്നെ ഞാൻ. അപ്പം ഈ ശരീരത്തിലുള്ള അഭിമാനത്തിൻ്റെ ഫലം എന്താ? ഞാൻ ആണാണ്, ഞാൻ പെണ്ണാണ്, അല്ലെങ്കിൽ ഞാൻ കറുത്തിട്ടാണ്, ഞാൻ വെളുത്തിട്ടാണ്, ഞാൻ തടിച്ചിട്ടാണ്, ഞാൻ മെലിഞ്ഞിട്ടാണ്, ഞാൻ സന്യാസിയാണ്, ഞാൻ ഗൃഹസ്ഥനാണ്. ഇങ്ങനെ എല്ലാ താതാത്മ്യ അധ്യാസവും വരുന്നത് ശരീരത്തോടുള്ള താതാത്മ്യം കൊണ്ടാണ്. കാരണം അതൊക്കെ ശരീരധർമ്മങ്ങളാണ്. ഞാൻ സ്വാമി ചിദാനന്ദപുരി എന്ന് പറയുന്നത് ദേഹത്തോട് താതാത്മ്യപ്പെട്ടിട്ടാണ്. ഞാൻ സന്യാസി എന്ന് പറയുന്ന ദേഹത്തോട് താതാത്മ്യപ്പെട്ടിട്ടാണ്. ഞാൻ ഗൃഹസ്ഥൻ എന്ന് പറയുന്ന ദേഹത്തോട് താതാത്മ്യപ്പെട്ടിട്ടാണ്. ഒരാൾ പറയുകയാണ് ഞാൻ 6 അടി ഉയരമുള്ളവൻ എന്ന് പറഞ്ഞു. എനിക്ക് 6 അടി ഉയരമുണ്ടെന്നല്ല, അങ്ങനെ പറഞ്ഞാൽ കുറച്ചും കൂടിയൊരു സുഖമുണ്ട് ഭാഷയ്ക്ക്. ഞാൻ 6 അടി പൊക്കമുണ്ട് എന്ന് പറഞ്ഞു. പോണ വഴിക്ക് തന്നെ ഒരു അപകടം പറ്റി, കാൽ രണ്ടും മുറിഞ്ഞു പോയി. ഇപ്പം എത്ര അടി ഉയരമുണ്ട്? ഇനി അയാൾ ഞാൻ 6 അടി ഉയരമുണ്ടെന്ന് പറയുമോ? ഞാനൊരു 3.5 അടി ഉയരമുണ്ടെന്നേ പറയുള്ളൂ, അല്ലേ? അതെ അതെ. ഞാൻ കറുത്തിട്ടാണെന്ന് ഒരാൾ പറഞ്ഞു, അഭിമാനിച്ചു. ഞാൻ കറുത്തിട്ടാണ്. കറുപ്പാണ് സൗന്ദര്യത്തിൻ്റെ ഏറ്റവും വലിയ ഗഹനഭാവം, കറുപ്പിനാണുള്ളത്. അപ്പോൾ ഞാൻ കറുപ്പായതുകൊണ്ട് ഏറ്റവും സൗന്ദര്യമാണ് എനിക്കെന്ന് ഒരാൾ അഭിമാനിച്ചു എന്ന് വിചാരിച്ചോളൂ. 2 ദിവസം വെള്ളത്തിൽ കിടന്ന ആൾക്കാരുടെ കളറ് കണ്ടുണ്ടോ? 2-3 ദിവസം വെള്ളത്തിൽ കിടന്നാൽ ദേഹത്തിൻ്റെ കളർ എന്താണെന്ന് കണ്ടുണ്ടോ? നല്ല നല്ല തൂവെള്ളയാണ്. തൂവെള്ള എന്ന് പറഞ്ഞാൽ ഈ ചുമരിൻ്റെ കളറാവും ശരീരം. കണ്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് പറയണത്, വെറുതെ പറയല്ല. ഗംഗയിൽ മുമ്പ് ധാരാളം കാണാറുണ്ട്. പല്യ അപ്പോൾ ഗംഗയിൽ അങ്ങനെ അറിഞ്ഞുകൊണ്ട് ഇടാൻ സമ്മതിക്കില്ല. അറിയാണ്ടൊക്കെ എപ്പോഴും ഇടുന്നുണ്ട്, അത് വേറെ വിഷയം. ഇതുപോലെയാ ശരീരത്തിൻ്റെ എല്ലാ ധർമ്മങ്ങളും. ഒരർത്ഥമില്ല എന്ന് മനസ്സിലാവും. ഞാനാണ്, ഞാൻ പെണ്ണ്, അങ്ങനെ പറഞ്ഞോട്ടെ സ്വാമി, അതിൽ കുഴപ്പമുണ്ടോ? ആരാപ്പം പൂർണ്ണമാണ്, ആരാ പൂർണ്ണ പെണ്ണ്? ആരെങ്കിലും ഉണ്ടോ? അറിയില്ല, ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ. അടുത്തത്, പ്രാണങ്ങളുമായി താതാത്മ്യപ്പെടുമ്പോൾ നമ്മൾ എന്ത് പറയും? ഞാൻ ശക്തിശാലി, അല്ലെങ്കിൽ ഞാൻ ദുർബലൻ, ഒരു ശക്തിയില്ലാത്ത ആൾ എന്നർത്ഥം. ഇത് രണ്ടും പ്രാണങ്ങളോടുള്ള താതാത്മ്യത്തിലാണ്. മനസ്സിനോടുള്ള താതാത്മ്യത്തിൽ ഞാൻ നല്ല വിചാരശീലൻ, അല്ലെങ്കിൽ എനിക്ക് വിചാരശക്തി ഇല്ലാത്തവൻ ഞാൻ. ബുദ്ധിയോടുള്ള താതാത്മ്യത്തിലോ ഞാൻ ബുദ്ധിമാൻ, അഥവാ ഞാൻ പാമരൻ, ഞാൻ പണ്ഡിതൻ, ഞാൻ പാമരൻ എന്നൊക്കെ പറയും. ഇതുപോലെ ഓരോ ഇന്ദ്രിയത്തോടും താതാത്മ്യപ്പെട്ടിട്ടാണ് ഞാൻ കാണുന്നവൻ, കേൾക്കുന്നവൻ, രുചിക്കുന്നവൻ, മണക്കുന്നവൻ, സ്പർശിക്കുന്നവൻ എന്നൊക്കെ പറയുന്നത്. ഒരു നിമിഷം ഒന്ന് മാറി ചിന്തിച്ചു നോക്കൂ, വല്ല അർത്ഥമുണ്ടോയെന്ന്. ഈ പറയുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോയെന്ന് ഒരു നിമിഷം മാറി എന്ന് ആലോചിച്ച് നോക്കൂ. അതുകൊണ്ടാണ് പറയുന്നത്, ഈ ദേഹം, പ്രാണങ്ങൾ, മനസ്സ്, ബുദ്ധി തുടങ്ങിയവയിൽ അഭിമാനത്തോടു കൂടിയിരിക്കുന്ന കാലത്തോളം കർത്തൃത്വവും ഭോക്തൃത്വവും സുഖവും ദുഃഖവും ഒക്കെ ഉണ്ടാവും. കർത്തൃത്വം, ഞാൻ കർത്താവ് എന്ന ഭാവം. ഭോക്തൃത്വം, ഞാൻ സുഖദുഃഖാദികളെ അനുഭവിക്കുന്നു എന്ന ഭാവം ഒഴിവാക്കാൻ പറ്റില്ല.
പിന്നെ അതെങ്ങനെ ഒഴിവാവും? വിചാരം ചെയ്ത് ഈ താദാത്മ്യം പരമാർത്ഥമല്ല എന്നറിയുമ്പോൾ അവ ഒഴിവായി. താദാത്മ്യമുള്ള കാലത്തോളം കർത്തൃത്വ ഭോക്തൃത്വങ്ങൾ ഉണ്ടാവും, ഉണ്ടായേ തീരും. ശ്രദ്ധിക്കുക. ആത്മന സംസൃതിർനാസ്തി ബുദ്ധിർജ്ഞാനം ച ജാത്വിതി അവിവേകാദ്വയം യുങ്ക്ത്വാ സംസാരീതി പ്രവർത്തതേ. നോക്കൂ, ആത്മനഃ സംസൃതി നാസ്തി. ആത്മാവിന് സംസാരമില്ല. കേവല ജ്ഞാനസ്വരൂപമായ ആത്മാവിൽ എവിടെ നിന്ന് സംസാരം? ആത്മാവിന് സംസാരമില്ല. ബുദ്ധേ ജ്ഞാനം ന ജാത്വതി. ബുദ്ധിക്കൊട്ട് ജ്ഞാനവുമില്ല. ബുദ്ധിക്ക് ജ്ഞാനമില്ല എന്ന് എന്ത് വിഡ്ഢിത്താ പറയണത്? ബുദ്ധിക്കല്ലേ അറിവുള്ളത്. ബുദ്ധി ഒരു കരണം മാത്രമാണ്, ഒരു ഉപാധി മാത്രമാണ്. ആത്മചൈതന്യത്താൽ പ്രവർത്തിതമാകുമ്പോൾ മാത്രമേ കരണങ്ങൾക്ക് തേജസ്സുള്ളൂ. കണ്ണ്, ചെവി, മൂക്ക്, നാക്ക്, ത്വക്ക്, 5 ജ്ഞാനേന്ദ്രിയങ്ങൾ, മനസ്സ്, ബുദ്ധി, ഇതെല്ലാം പ്രവർത്തിക്കണമെങ്കിൽ ആത്മചൈതന്യം അവയെ പ്രവർത്തിപ്പിക്കണം. ഇത് പ്രകാശിക്കുന്നുണ്ടെങ്കിൽ ആ ബൾബിന് സ്വതപ്രകാശമില്ല. വൈദ്യുതി അതിൽ പ്രവഹിക്കുമ്പോഴാണ് അത് പ്രകാശിക്കുന്നത്, അല്ലാതില്ല. കണ്ണാടിക്ക് ഒരു വെളിച്ചവും ഇല്ല. സൂര്യനോ അല്ലെങ്കിൽ ചന്ദ്രനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിളക്കോ ചന്ദ്രനെ കണ്ണാടിയിൽ പ്രതിബിംബത്തെ ഉണ്ടാക്കുമ്പോഴാണ് കണ്ണാടിക്ക് വെളിച്ചം വരുന്നത്. ഇതുപോലെ ആത്മചൈതന്യത്താൽ അവഭാസിതമാകുമ്പോഴാണ് ബുദ്ധിക്ക് പ്രകാശം വരുന്നത്. അല്ലാണ്ട് ബുദ്ധിക്ക് ജ്ഞാനമില്ല, മനസ്സിന് മനനശേഷിയില്ല, കണ്ണിന് കാഴ്ചശേഷിയില്ല, ചെവിക്ക് കേൾവിശേഷിയില്ല. ചിന്തിക്കുക. അവിവേകാദ്വയം യുങ്ക്ത്വാ. എന്നാൽ അവിവേകം കൊണ്ട് രണ്ടിനെയും ചേർത്തിട്ട്, ഏത്? ആത്മാവിനെയും ഉപാധിയെയും ചേർത്തിട്ട് സംസാരീതി പ്രവർത്തതേ. സംസാരി എന്നായിത്തീരുന്നു. ഞാൻ ജനിക്കുന്നു, മരിക്കുന്നു, സുഖദുഃഖാദ്യ അനുഭവങ്ങളെ നേടുന്നു എന്നുള്ള എല്ലാ സംസാരധർമ്മങ്ങളും ഈ താദാത്മ്യത്തിൻ്റെ ഫലമായിട്ട് ഹേ രാമ വന്നു ചേരുന്നു. നമ്മളിതിങ്ങനെ വെറുതെ വായിച്ചു പോയിട്ട് കാര്യമില്ല കേട്ടോ. ഇത് വായിക്കുമ്പോൾ നമ്മൾ കിളിപ്പാട്ടിൽ നമുക്ക് പരിചയമുള്ളതുമായിട്ട് ചേർത്ത് ചിന്തിക്കണം. ജഡസ്യ ചിത് സമായോഗാത് ചിത്വം ഭൂയാത് ചിതേസ്തഥാ ജഡസംഘാ ജഡത്വം ഹി ജലാഗ്ന്യോർമേളനം യഥാ. ജഡസ്യ ചിത് സമായോഗാത് ചിത്വം ഭൂയാത് ചിതേഹേ തഥാ ജഡസംഘാത് ജഡത്വം. നോക്കൂ, ജഡസ്യ ചിത് സമായോഗാത് ചിത്വം. ജഡമായിരിക്കുന്നതിന് ചിത്തുമായുള്ള കേവല ജ്ഞാനവുമായുള്ള സമായോഗം കൊണ്ട് ചിത്വം വരുന്നു. ജഡമായിരിക്കുന്ന ശരീരം, ഈ ജഡമായിരിക്കുന്ന ശരീരം ചിത് സ്വരൂപമായിരിക്കുന്ന ആത്മാവിൻ്റെ ചേർച്ചയിൽ ചൈതന്യവത്തായിത്തീരുന്നു. അപ്പോൾ ചിത് സ്വരൂപമായിരിക്കുന്ന ആത്മാവിൻ്റെ വേർപെടല്ലോ ജഡമായി, വീണ്ടും ജഡം തന്നെ, ഒരു മാറ്റവും ഇല്ല. ചെറിയൊരു ഈകാരത്തിൻ്റെ ഭേദമേ ഉള്ളൂ, ശവവും ശിവവും അല്ലേ. ആ ഈ പോയാൽ ശിവം ശവായി, അത്രയേ ഉള്ളൂ. ചിത് സമായോഗാത് ജഡത്തിന് ചിത്വം വരുന്നു എന്ന്. ചിത്വം ഭൂയാത് തഥാ ചിതേഹേ ജഡസംഘാത് ജഡത്വം. അത് മനസ്സിലാക്കാൻ വിഷമമുണ്ട് കേട്ടോ. അതിപ്പോൾ എങ്ങനെയാ അത് പറയുക?
ജഡമായിട്ടുള്ള ചേർച്ചയിൽ ചിത്തിനും ജഡത്വം വരുന്നു എന്നാണ്. അത് കുറച്ച് വിഷമാണത് പറയാൻ. ജഡന്മാരുമായിട്ട് കൂടിക്കൂടി ബുദ്ധിമാന്മാരും ജഡന്മാരാവും എന്നുള്ളത് വേറെ വിഷയം. അല്ലാതെ ജഡയോഗം കൊണ്ട് ചിത്തിന് ജഡത്വം വരുന്നില്ല. പക്ഷെ ഇവിടെ അങ്ങനെ പറയുന്നു, അത് നമുക്ക് സ്വീകാര്യമല്ല. ജഡം ചിദ്യോഗത്തിൽ ചിത്വമാകുന്നു, അത് ശരി, 100% ശരിയാ. തിരിച്ച് ജഡയോഗത്തിൽ ചിത്തിന് ജഡത്വം വരുന്നു എന്ന് പറഞ്ഞാൽ അത് ശരിയല്ല. പക്ഷെ നമ്മൾ ആരോപിക്കും. എങ്ങനെ ആരോപിക്കും? ശരീരം പോയി അല്ലേ എന്ന് പറയും. വാസ്തവത്തിൽ ശരീരമല്ല പോണത്, ആരും പോകണമെന്നില്ല, താതാത്മ്യേ പോകുന്നുള്ളൂ. എന്നാലും നമ്മൾ അങ്ങനെ പറയാറുണ്ട്. അതല്ലാതെ ജഡയോഗത്തിൽ ചിത്തിന് ജഡത്വം ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കാൻ സാധ്യമല്ല. ഇവിടെ സ്തുതിയിൽ പറയുന്നു എന്നുള്ളത് ശരി തന്നെ. ഏതുപോലെ ജലാഗ്നിയോർ മേളനം യഥാ, വെള്ളവും അഗ്നിയും തമ്മിലുള്ള മേളനം എപ്രകാരമാണോ, വെള്ളം സാമാന്യമായിട്ട് എന്താ വെള്ളത്തിൻ്റെ ഒരു സ്പർശം, ജലത്തിൻ്റെ സ്പർശം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് സാമാന്യമായിട്ട് തണുപ്പാണെന്ന് പറയാം. അത് ആപേക്ഷികാണേ ഇല്ലേ? വെള്ളം തണുത്തതാണോ ചൂടാണോ? അത് വലിയ ആപേക്ഷികമാണത് അല്ലേ? രാവിലെ ഒരു 4 മണിക്ക് നമ്മൾ നല്ല തണുത്ത അന്തരീക്ഷത്തിൽ വെള്ളം പോയി തൊട്ട് നോക്കിയാൽ നല്ല ചൂട്, കുളിക്കാനൊരു സുഖം, മുങ്ങി കുളിക്കാനൊക്കെ ഒരു സുഖ. രാവിലെ ഒരിളം ചൂടുണ്ടാവും. ഇപ്പോഴത്തെ കുട്ടികളോട് എന്താ മുങ്ങിക്കുളി എന്നൊക്കെ പറഞ്ഞു കൊടുക്കേണ്ടി വരും. അതെ, പിന്നെ അവരാകെ കൂടി പൊതുവെ ചൂടുള്ള സാധനത്തിൽ തന്നെയാണ് അധികം മുങ്ങി കുളിക്കണത്. എന്താ ഈ സ്വിമ്മിങ് പൂളിലൊക്കെ പോയിട്ട്, സ്വിമ്മിങ് പൂളിൽ 3.5% മൂത്രമായിരിക്കും. എന്താ അല്ലാന്ന് ആർക്കെങ്കിലും പറയാമെങ്കിൽ പറഞ്ഞോളൂ. 3.5% മൂത്രമായിരിക്കും, അല്ലെങ്കിൽ വെള്ളം മാറ്റി ഒട്ടനെ ആയിരിക്കണം. എന്നാൽ കുഴപ്പമില്ല, ശുദ്ധമായിരിക്കും. ഇരിക്കട്ടെ, അല്ലാണ്ട് ശുദ്ധമായ കുളത്തിൽ കുളിച്ചിട്ടുള്ളത് അനുഭവം ഇപ്പോൾ മക്കൾക്കൊന്നും വളരെ ചുരുക്കമാണ്, വളരെ ചുരുക്കം. ദയവീത് മക്കളെ നീന്തൽ പഠിപ്പിക്കണേ. സ്വിമ്മിങ് പൂളിലല്ല, അല്ലാതെ. ഓരോ കൊല്ലം എത്രയാ വെള്ളത്തിൽ മുങ്ങിച്ചാവണത്, എത്ര കുട്ടികളാണ് ചാവണത്. നീന്തൽ അറിയിച്ചാൽ വല്ല പ്രശ്നമുണ്ടോ? അങ്ങനെ സംഭവിക്കുമോ? സാന്ദർഭികമായി പറഞ്ഞു മാത്രം. അതിരിക്കട്ടെ. അപ്പോൾ ഇവിടെ അങ്ങനെയാണെങ്കിലും നമ്മൾ വെള്ളം ചൂടായി, ചൂടുവെള്ളം തൊട്ടാലോ പൊള്ളും. അഗ്നി തൊട്ടാൽ എങ്ങനെ പൊള്ളുമോ അങ്ങനെ തന്നെ പൊള്ളും. അപ്പോൾ വെള്ളം തൊട്ടാൽ എങ്ങനെ പൊള്ളുന്നത്? വെള്ളത്തിലേക്ക് അഗ്നി അനുപ്രവേശിച്ചു. അങ്ങനെ വെള്ളത്തിലേക്ക് അഗ്നി അനുപ്രവേശിച്ചപ്പോൾ വെള്ളം അഗ്നിയുടെ ധർമ്മമുള്ളതായി. ഇതേപോലെ സ്വതവേ ജഡമായ ശരീരത്തിൽ ചൈതന്യാധ്യാസം വരുമ്പോൾ അത് ചേതനയുള്ളതായി മാറുന്നു, ചൂടുവെള്ളം പോലെ എന്ന്. യാവത്വത്പാദഭക്താനാം സംഗസൗഖ്യം ന വിന്ദതി താവത് സംസാര ദുഃഖൗഘാത് ന നിവർത്തേ നരസദാ. എത്ര കാലം വരെ നിന്റെ ഭക്തന്മാരുമായിട്ടുള്ള സംഘമുണ്ടാവുന്നില്ലയോ, യാവത് ത്വത്പാദഭക്താനാം സംഘസൗഖ്യം ന വിന്ദതി. നിന്റെ പാദഭക്തന്മാരുമായുള്ള സംഘസൗഖ്യം ഒരു വാക്ക, സംഘത്തിൽ നിന്നുണ്ടാവുന്ന സൗഖ്യം, ഭക്തന്മാരോടുള്ള സംഘത്തിൽ നിന്നുണ്ടാവുന്ന സൗഖ്യം, സുഖഭാവം. ഭക്തൻ എപ്പോഴും സുഖമുള്ള ആളോട് ചേരുമ്പോഴോ നമുക്കും സുഖം തന്നെയാണ്.
ആവലാതിയും വേവലാതിയും സംഘർഷവും ആയിട്ടുള്ള ഒരാളുടെ അടുത്ത് ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് വേഗം എഴുന്നേറ്റ് പോകാനാ തോന്നുക, അല്ലേ? ഇല്ല. എന്നാൽ ശാന്തൻ്റെ അടുത്തിരുന്നാലോ നമുക്കറിയാതൊരു ശാന്തതയും സുഖവും കൈവരും, അതിൽ സംശയമില്ല. അപ്പോൾ നിന്റെ പാദഭക്തന്മാരുടെ സംഘത്തിൽ നിന്നുണ്ടാവുന്ന സൗഖ്യം ഒരാൾ എത്ര കാലം വരെ അനുഭവിക്കുന്നില്ലയോ താവ സംസാര ദുഃഖൗഘാത് ന നിവർത്തേത് നരഃ. ഈ സംസാര ദുഃഖത്തിൽ നിന്നും അയാൾക്ക് മോചനം ഉണ്ടാവില്ല. അപ്പം സംസാര ദുഃഖത്തിൽ നിന്ന് മോചനം ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? ഭക്തോത്തമന്മാരുമായി സംഘം ചെയ്യണം. രണ്ടാൾ ഒത്തുകൂടി കഴിഞ്ഞാൽ അവരവരുടെ വൃത്തിക്കനുസരിച്ചാണ് സംസാരിക്കുക, അല്ലേ? ഇപ്പം 10 ആൾ കൂടുന്നവരിടത്തോ ഭൂരിഭാഗം പേര് അഥവാ കൂടുതൽ ഒച്ച വയ്ക്കാൻ കഴിയുന്ന ആൾ അയാളുടെ സംസ്കാരമാണ് അവിടെ പ്രകാശിക്കുക. ശരിയല്ലേ പറഞ്ഞേ? അതെ. അപ്പം ഭക്തന്മാർ ഒത്തുകൂടി കഴിഞ്ഞാൽ അവർക്ക് എന്താ സംസാരിക്കാനുണ്ടാവുക? അവർക്ക് ഭഗവാനെക്കുറിച്ചാണ് സംസാരിക്കാനുണ്ടാവുക. അപ്പോൾ അവർ വേറെ വല്ല വിഷയവും പറഞ്ഞു തുടങ്ങിയാലും ഭഗവൻ മഹിമയിലാണ് എത്തിച്ചേരുക. ഈ സജ്ജനവും ദുർജനമുള്ള വ്യത്യാസം എന്താണെന്നുള്ളത്, അല്ലെങ്കിൽ ഭക്തനുമല്ലാത്ത ഒരാളുള്ള വ്യത്യാസം എന്താണെന്ന് ചർച്ച ചെയ്താൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒരു ദുർജനം, 2 ദുർജനങ്ങൾ സദ്വിഷയം പറയാന്ന് വെച്ചോളൂ. ഏത് അങ്ങനെ ആവാലോ. 2 ദുർജനങ്ങൾ ഒത്തുകൂടി എന്താ പറയണത്? ഈശ്വര കാര്യമാണ് പറയണത്, ഈശ്വര മഹിമയാണ് പറയണത്. ഓ, ഭഗവാന്റെ മഹിമ അപാരാണേ. നമ്മൾ അല്ല, അത് ചിന്തിക്കാനാണല്ലോ നമ്മൾ ഒത്തുകൂടുന്നത്. ഭഗവാന്റെ മഹിമ പറയാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഒത്തുകൂടുന്നത്, അത് ചിന്തിക്കാനാണല്ലോ ഒത്തുകൂടുന്നത്. അല്ല, കേശവൻ വന്നോ? ഇല്ലല്ലോ, അവനീ പണിയാണ്, അവനതൊന്നും വരില്ല. അവൻ വരുന്ന പോട്ടെ, അവൻ്റെ അച്ഛൻ വരുമായിരുന്നു, അതും ഇല്ല. നോക്കണേ, എന്താ പറഞ്ഞു തുടങ്ങിയത്? ഈശ്വര മഹിമയാണ് പറഞ്ഞു തുടങ്ങിയത്. എവിടെ എത്തി? കേശവനെ ദുഷിച്ചു, കേശവൻ്റെ അച്ഛനെ ദുഷിച്ചു, അച്ഛനെ പോലും വെറുതെ വിട്ടിട്ടില്ല. ഇതാണ് ദുർജനങ്ങളുടെ സ്വഭാവം. ഈശ്വര കാര്യമാണെങ്കിൽ പോലും പരദൂഷണത്തിൽ എത്തിപ്പെടും. ഞാൻ എത്ര വിളിച്ചു എന്നറിയാവളെ, സത്സംഗത്തിന് വരൂ വരൂ. അത്ര വലിയ കഠിനമായ വിഷയമൊന്നും അല്ല അവിടെ എടുക്കുന്നത്, അധ്യാത്മരാമായണത്തിലെ സ്തുതികളാണ്. അവിടെ ഒന്ന് വരുമെന്ന് ഞാൻ എത്ര വിളിച്ചു എന്നറിയാം. അസത്ത് വന്നില്ല, അല്ലെങ്കിൽ അവൾക്ക് അക്കോലാണല്ലേ വരണത്. എന്തിനാ നീ അവളെ പറയണത്? അവളുടെ അമ്മയും വരില്ലായിരുന്നു, പിന്നെയല്ലേ. നോക്കണേ, ഇതാണ് ദുർജനങ്ങളുടെ സ്വഭാവം. സജ്ജനങ്ങൾ പരദൂഷണം പറഞ്ഞു എന്ന് വിചാരിച്ചോളൂ. സജ്ജനങ്ങൾക്ക് പരദൂഷണം പറഞ്ഞു എന്ന് വിചാരിച്ചോളൂ. കേശവൻ വൃത്തിയുടെ തന്നെ കേട്ടോ, അവനാ സത്സംഗത്തിന് വന്നില്ലല്ലോ. എന്താ ചെയ്യുക? മായയുടെ ഒരു മഹിമേ തോന്നണ്ടേ? അവൻ്റെ കുഴപ്പമല്ല അത് ഈ മായയുടെ കുഴപ്പമാണ്. ഭഗവാന്റെ ഒരു ലീലാവിലാസം എന്തൊരു അത്ഭുതം അത്. വളരെ ഭാഗ്യം ചെയ്തവർക്ക് ഇതൊക്കെ മനസ്സിലാക്കാൻ കഴിയും. എന്തായി? പറഞ്ഞു തുടങ്ങിയത് പരദൂഷണ, പക്ഷെ എവിടെ എത്തി? ഈശ്വര മഹിമയിലെത്തി. അതാണ് പൊതുവേ പറഞ്ഞാൽ ഈ ദുർജനവും സജ്ജനവുമുള്ള വ്യത്യാസം. ഈശ്വരീയമായ കാര്യങ്ങൾ കേൾക്കാൻ, അതിനെക്കുറിച്ച് ചിന്തിക്കാൻ സാധിക്കില്ല. വളരെ തിരക്കുണ്ട് സ്വാമി, എനിക്ക് കേൾക്കാൻ വലിയ ഇഷ്ടമാണ്, എനിക്കിതൊക്കെ കേട്ടാലേ ഉറക്കം വരൂ, പക്ഷേ അത്യാവശ്യമുള്ളതുകൊണ്ട് ഞാൻ പോകാൻ പറയും. കുറച്ച് തിരിച്ച് പോയി കഴിഞ്ഞാൽ വഴിയിൽ നിന്ന് വർത്താനം പറയുന്നുണ്ടാവും. നീയല്ലേ അത്യാവശ്യം പോകാനുണ്ടെന്ന് പറഞ്ഞത്? അല്ല, അത് ഞാനിപ്പോൾ അപ്പോൾ തൽക്കാലം അവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ ഭക്തന്മാർ ഒത്തുകൂടിക്കഴിഞ്ഞാൽ ഈശ്വരകാരിയെ പറയാനുണ്ടാവുള്ളൂ. തച്ചിന്തനം, തത്കഥനം, അന്യോന്യം തത് പ്രബോധനം, അതാണ്, വേറൊന്നും ഉണ്ടാവില്ല. അതിനെക്കുറിച്ച് ചിന്തിക്കുക, അതിനെക്കുറിച്ച് പറയുക, തനിക്കറിയണത് മറ്റയാളെ കേൾപ്പിക്കുക, അയാൾക്കറിയണത് താൻ കേൾക്കുക. ഇങ്ങനെ ഈശ്വരീയമായ സംഭാഷണത്തിൽ തന്നെ അവർ കഴിയുള്ളൂ. മച്ചിത്താമദ്ഗത പ്രാണാ ബോധയന്ത പരസ്പരം കഥയന്തശ്ച മാം നിത്യം
തുഷ്യന്തി ച രമന്തി ച എന്ന് ഗീത പറയും. നിത്യവും എന്നെക്കുറിച്ച് പറഞ്ഞ് അവർ ആനന്ദിക്കുകയാണ്. അപ്പം ഭക്തോത്തമന്മാരുമായിട്ടുള്ള സംഘം ഉണ്ടാവുമ്പോൾ നമ്മൾ മുക്തിമാർഗത്തിലേക്കാവും. എന്നാൽ ഭക്തോത്തമന്മാരുമായി സംഘമില്ലെങ്കിലോ അവരൊരിക്കലും ഈ സംസാര ദുഃഖത്തിൽ നിന്ന് നിവർത്തിക്കില്ല എന്ന് പറയുകയാണ്. നോക്കൂ, തത്സംഗലബ്ധയാ ഭക്തിയാ യദാ ത്വാം സമുപാസതേ തദാ മായാശനൈര്യാദി താനവം പ്രതിപദ്യതേ. തത്സംഗലബ്ധയാ ഭക്തിയാ, അങ്ങനെയുള്ള ഭക്തന്മാരുമായുള്ള സംഘം കൊണ്ടുണ്ടാവുന്ന ഭക്തി കൊണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു മഹാപുരുഷനുമായി എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുള്ളൊരു സംഘമായിരിക്കും ഭക്തിമാർഗത്തിലേക്കുള്ളൊരു വഴിത്തിരിവിന് കാരണമാകുന്നത്. ഒരു സംശയവുമില്ല. അപ്പം അങ്ങനെയുള്ള ഭക്തോത്തമന്മാരുമായിട്ടുള്ള സംഘം, ആ സംഘത്തിൽ നിന്നുണ്ടാവുന്ന ഭക്തി, ആ ഭക്തി കൊണ്ട് ത്വാം യഥാ സമുപാസതേ, എപ്പോഴാണോ നിന്നെ ഉപാസിക്കുന്നത് അപ്പോൾ തഥാ മായാ ശനൈഹി താനവം പ്രതിപദ്യതേ. അപ്പോൾ ഈ മായ പതുക്കെ പതുക്കെ താനവം പ്രതിപദ്യത, തനുഭാവം മെലിയ, മായ എങ്ങനെ മെലിയാൻ തുടങ്ങുന്ന പറയണത്. താനവം, അവിദ്യ താനവത്തെ പ്രാപിക്കും. എത്ര കണ്ട് നമ്മൾ സത്സംഗം ചെയ്യുന്നുണ്ടോ അത്ര കണ്ട് നമ്മിലെ അവിദ്യ താനവത്തെ പ്രാപിക്കും. താനവം തനുഭാവം, തനുഭാവം. ചിന്തിക്കുക. അങ്ങനെ അവിദ്യ ചുരുങ്ങി ചുരുങ്ങി വന്നാലോ അത്രയും ആനന്ദഭാവം കൂടുതൽ കൂടുതൽ പ്രകടമാവും. അതാണ് തദസ്ത്വജ്ഞാനസമ്പന്ന സദ്ഗുരുസ്തേന ലഭ്യതേ വാക്യജ്ഞാനം ഗുരോർലബ്ധ്വാ ത്വത്പ്രസാദാദ് വിമുച്യതേ. തതഃ ത്വത് ജ്ഞാനസമ്പന്നഃ. അനന്തരം, എന്താ അനന്തരം എന്ന് പറഞ്ഞ അർത്ഥം? ഇപ്പം പറഞ്ഞതിന് ശേഷം, ഇപ്പം പറഞ്ഞെന്താ, ഭക്തോത്തമന്മാരുമായുള്ള സംഘം ഉണ്ടാകുമ്പോൾ അവിദ്യക്ക് താനവം വരും, തനുഭാവം വലിയ കൃശാവുക. അങ്ങനെ സംഭവിക്കുമ്പോൾ ത്വത് ജ്ഞാനസമ്പന്നനാവും. നിന്നെക്കുറിച്ചുള്ള ജ്ഞാനത്തെ, പരമാർത്ഥികമായ ജ്ഞാനം നേടുന്നല്ല പറയണത്, ഈശ്വര സംബന്ധിയായ സാമാന്യ ജ്ഞാനം അയാൾക്ക് കിട്ടും. അങ്ങനെ ഈശ്വര സംബന്ധിയായ സാമാന്യ ജ്ഞാനം കിട്ടിയാലോ തേന സദ്ഗുരുഹു ലഭ്യതേ. അഥവാ ജ്ഞാനസമ്പന്ന സദ്ഗുരുഹു തേന ലഭ്യതേ. ജ്ഞാനസമ്പന്നനായ സദ്ഗുരു അവനാൽ ലഭിക്കപ്പെടും. ഗുരുനാഥനെ പ്രാപിക്കും എന്നർത്ഥം. ഭക്തോത്തമന്മാരുമായിട്ടുള്ള സംഘം കൊണ്ട് ചിത്തശുദ്ധി കൈവന്ന് ഭക്തിഭാവമുണ്ടാകുമ്പോൾ അവിദ്യയുടെ താനവം വരികയും അങ്ങനെ തത്വജ്ഞാനിയായ ഗുരുവെ പ്രാപിക്കാൻ ഇടയാവുകയും ചെയ്യും. അങ്ങനെ തത്വജ്ഞാനിയായ ഗുരുവെ പ്രാപിച്ചാലോ വാക്യജ്ഞാനം ഗുരോർലബ്ധ്വാ, ആ ഗുരുവിൽ നിന്ന് വാക്യജ്ഞാനം നേടിയിട്ട്, ആ ഗുരുവിൽ നിന്ന് വാക്യജ്ഞാനം നേടിയിട്ട് വേദാന്ത മഹാവാക്യങ്ങളുടെ അർത്ഥം മനസ്സിലാക്കിയിട്ട് പ്രജ്ഞാനം ബ്രഹ്മ, അഹം ബ്രഹ്മാസ്മി, തത്വമസി, അയമാത്മാ ബ്രഹ്മ ഇത്യാദി വാക്യങ്ങളുടെ താത്പര്യം ഗുരുവിൽ നിന്ന് മനസ്സിലാക്കിയിട്ട് വിമുച്യത, മുക്തനാകുന്നു. വാക്യജ്ഞാനം നേടിയാൽ മുക്തനായി. വാക്യം നേടിയാൽ മുക്തനായി എന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ. വാക്യജ്ഞാനം നേടിയാൽ മുക്തനായി.
പിന്നെ ആൾക്ക് ബന്ധമില്ല. നോക്കൂ, തസ്മാത്വദ്ഭക്തിഹീനാനാം കൽപ്പകോടിശതൈരപി ന മുക്തിശങ്കാ വിജ്ഞാനശങ്കാ നൈവ സുഖം തഥാ. അതുകൊണ്ട് ഭഗവാനെ, നിന്നിലുള്ള ഭക്തിയില്ലാത്തവർക്ക് 100 കോടി കൽപ്പങ്ങൾ കഴിഞ്ഞാലും, കൽപ്പം എന്ന് പറഞ്ഞാൽ ഒരു ബ്രഹ്മാവിൻ്റെ പകലാണ് കൽപ്പകാലം. എത്ര ദീർഘമായ കാലമാണ്. നമ്മുടെ ഒരു വർഷം ദേവന്മാരുടെ ഒരു ദിവസം, അങ്ങനെ ദേവന്മാരുടെ 360 ദിവസം, അത് നമ്മുടെ 360 വർഷം എന്നർത്ഥം. ദേവന്മാരുടെ ഒരു വർഷം, അങ്ങനെ ഉള്ള 12,000 ദേവവർഷം കൂടിയാൽ ഒരു യുഗം. അപ്പോൾ കണക്കൂട്ടി നോക്കണേ. അങ്ങനെയുള്ള 1000 കൂടിക്കഴിഞ്ഞാൽ ബ്രഹ്മാവിൻ്റെ ഒരു പകല്. ആ പകലാണ് സൃഷ്ടിജാലങ്ങളൊക്കെ ഉണ്ടാവുന്നത്. രാത്രിയാവുമ്പോൾ ഒക്കെ വിലയിക്കും. പിന്നെ അടുത്ത പകൽ വീണ്ടും ഒക്കെ പ്രകടവും. അങ്ങനെയുള്ള 100 കൽപ്പകാലം കഴിഞ്ഞാലും നിന്റെ ഭക്തി ഇല്ലാത്തവർക്ക് മുക്തി ഉണ്ടാവില്ല. അതാ പറയണത്. എന്നാ മുക്തി ശങ്ക എന്നാ പറയണത്. മുക്തി ഉണ്ടാവില്ല എന്നല്ല, മുക്തിയുടെ ഒരു ശങ്ക പോലും ഉണ്ടാവില്ല. മുക്തി ഉണ്ടാവുമോ എന്നൊരു ശങ്ക പോലും ഉണ്ടാവില്ല. വിജ്ഞാനശങ്ക ഉണ്ടാവില്ല. എന്നാ പിന്നെ പോട്ടെ, സുഖം ഉണ്ടാവുമോ? സുഖവും ഉണ്ടാവില്ല. ഇവിടെ നമ്മൾ സാധാരണ ഈ സുഖം എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ഇന്ദ്രിയ വിഷയങ്ങളുടെ ചേർച്ച കൊണ്ടാണ് സുഖം നാം മനസ്സിലാക്കുന്നത്. വാസ്തവത്തിൽ ഇന്ദ്രിയ വിഷയങ്ങളുടെ ചേർച്ചയിൽ സുഖം ഇല്ല എന്നാണോ പറഞ്ഞത്? അങ്ങനെ പറയണില്ല, സുഖമുണ്ട്. ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കുമ്പോൾ സുഖമുണ്ട്, ഇഷ്ടപ്പെട്ട ആളോട് ചേരുമ്പോൾ സുഖമുണ്ട്, ഇഷ്ടപ്പെട്ട കാഴ്ച കാണുമ്പോൾ സുഖമുണ്ട്, ഇല്ല എന്ന് പറയണില്ല. പക്ഷേ അത് വാസ്തവത്തിൽ എന്താ? നമ്മൾ നമ്മുടെ കണ്ണാടി നോക്കിയിട്ട് നമ്മുടെ പ്രതിരൂപത്തെ കാണുന്നു. നമ്മുടെ പ്രതിരൂപം കാണാൻ നമുക്ക് കണ്ണാടി വേണം. ഇതുപോലെ നമ്മിലെ ആനന്ദം പ്രതിഫലിച്ച് വരാൻ വിഷയങ്ങളുടെ അപേക്ഷയാണ്. അപ്പം വിഷയാപേക്ഷയില്ലാതെ തൻ്റെതായ ആനന്ദം നുകരാൻ കഴിയുന്ന ആൾക്കോ, അയാളാണ് പരമാനന്ദത്തിൽ കഴിയുന്നത്. അതാണ്. അല്ലാത്ത കാലത്തോളം പരമാർത്ഥത്തിലുള്ള സുഖമില്ല. പിന്നെ സുഖമാണെന്ന് കൽപ്പിക്കുക തന്നെ. ഇവിടെ സുഖം തന്നെ, അവിടെയും സുഖം എന്ന് കരുതുന്നു എന്ന് പണ്ട് നമ്മൾ കത്തെഴുതണ കാലത്ത് എഴുതുമായിരുന്നു. അപ്പം പിന്നെ അതും ഇല്ലാണ്ടായി, കത്തെഴുതലും ഇല്ല. നല്ലത് തന്നെ, വേണ്ട. ഇത്രയും കള്ളം പറയണത് ഒഴിവായല്ലോ, അല്ലേ? പിന്നെ നമ്മൾ ഇവിടെ ഒരുവിധം സുഖം തന്നെ എന്ന് എഴുതുന്ന ആൾക്കാരുണ്ട്, ഇല്ലേ? അതൊരുവിധം സത്യ. ഇവിടെ ഒരുവിധം സുഖം തന്നെ അങ്ങനെ എഴുതുന്ന ആൾക്കാരുണ്ട്. കണ്ടില്ല? ഉണ്ട്. നമ്മളൊക്കെ ധാരാളം കണ്ടിട്ടുണ്ട്. ദിവസവും ധാരാളം കഥകൾ ദിവസവും പറഞ്ഞു തരുന്ന മുത്തശ്ശി ഉണ്ടായിരുന്നു. മുത്തശ്ശി കത്തിൽ ആദ്യത്തെ വാചകം ഇതാ എഴുതുക: ഇവിടെ ഒരുവിധം സുഖം തന്നെ. ഇവിടെ സുഖം തന്നെ എന്ന് ഒരിക്കലും എഴുതി കണ്ടിട്ടില്ല. കാരണം അതാണ് സത്യം. അത് തിരിച്ചെഴുതിയാൽ ഇവിടെ ഒരുവിധം ദുഃഖം തന്നെ. അത് ശരിയല്ലേ? ഒരുവിധം സുഖം എന്ന് പറഞ്ഞാൽ ഒരുവിധം ദുഃഖം തന്നെ. കേവല സുഖവും അല്ല, കേവല ദുഃഖവും അല്ല. കേവല സുഖം ആത്മബോധത്തിൽ മാത്രമാണ്. അതസ്ത്വത്പാദയുഗളേ ഭക്തിർമേ ജന്മ ജന്മനി സ്യാത്വദ്ഭക്തിമതാം സംഗോ വിദ്യായാഭ്യാം വിനശ്യതി. അതുകൊണ്ട് ഹേ ഭഗവാനെ, അവിടുത്തെ പാദയുഗളങ്ങളിൽ, യുഗളം ഇണ,
കാലിണകളിൽ എനിക്ക് എല്ലാ ജന്മങ്ങളിലും ജന്മനി എല്ലാ ജന്മങ്ങളിലും ഭക്തി ഉണ്ടാവണേ. അതുപോലെ മറ്റൊന്നുകൂടി വേണം. എന്താണത്? ത്വദ്ഭക്തിമതാം സംഘഃ, നിന്റെ ഭക്തന്മാരുമായിട്ട് സംഘം ഉണ്ടാവണം. ഇപ്പം രണ്ടെണ്ണ പ്രാർത്ഥിക്കണത്. ഒന്ന്, എനിക്ക് ഭക്തി ഉണ്ടാവണം. രണ്ട്, ഭക്തന്മാരുമായിട്ട് സംഘം ഉണ്ടാവണം. എന്തിനത്? യാഭ്യാം, ഇവ രണ്ടിനെ കൊണ്ടുമാണ് അവിദ്യ വിനശ്യതി, അവിദ്യ നശിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ഭക്തി ഉണ്ടാവണം, ഭക്തന്മാരുമായി സംഘം ഉണ്ടാവണം എന്ന് പ്രാർത്ഥിക്കുകയാണ്. ലോകേ ത്വദ്ഭക്തി നിരതാഃ ത്വദ്ധർമാമൃതവർഷിണഃ പുനന്തി ലോകമഖിലം കിം പുനഃ സ്വകുലോദ്ഭവാൻ. നോക്കൂ, ഈ ലോകത്തിൽ നിന്റെ ഭക്തിയോടൊത്തവർ, ത്വദ്ഭക്തി നിരതാഃ, നിന്റെ ഭക്തിയോടൊത്തവർ, ത്വദ്ധർമാമൃതവർഷിണഃ, നിന്റെ ധർമ്മമാകുന്ന അമൃതത്തെ വർഷിക്കുന്നവർ, ഈശ്വര മഹിമയെക്കുറിച്ച് പറഞ്ഞ് ഈശ്വര മഹിമയാകുന്ന അമൃതത്തെ ചുറ്റുപാട് വർഷിക്കുന്നവരായ സജ്ജനങ്ങൾ ലോകമഖിലം പുനന്തി, ഈ ലോകത്തെ മുഴുവൻ പരിശുദ്ധമാക്കി തീർക്കുന്നു. വാസ്തവത്തിൽ അങ്ങനെയുള്ള മഹാത്മാക്കളാണ് തീർത്ഥങ്ങളെ ഉണ്ടാക്കുന്നത്. നമ്മൾ തീർത്ഥം എന്ന് പല സ്ഥലങ്ങളെ പറയുന്നുണ്ട്. ഏതാ തീർത്ഥങ്ങൾ? മഹാത്മാക്കൾ താമസിക്കുന്ന സ്ഥലം, മഹാത്മാക്കൾ തപസ് ചെയ്ത സ്ഥലം തുടങ്ങി മഹാത്മാക്കളുടെ ഏതെങ്കിലും പ്രകാരത്തിൽ സംഘമുള്ള ഇടമായിരിക്കും നമ്മൾ പറയുന്ന തീർത്ഥങ്ങളൊക്കെ. അല്ലാച്ച ഏതാ തീർത്ഥം? ആർക്കെങ്കിലും അറിയിച്ചാൽ പറയൂ. മഹാജനങ്ങളുടെ സംഘമില്ലാത്തൊരിടത്ത് നമ്മൾ തീർത്ഥം എന്ന് പറയാറില്ല. അപ്പം മഹാപുരുഷന്മാരാണ് ഈ ലോകത്തെ മുഴുവൻ പാവനമാക്കി തീർക്കുന്നത്. കിം പുനഃസ്വ കുലോദ്ഭവാൻ, എന്നിരിക്കെ സ്വന്തം കുലത്തിൽ ഉദ്ഭവിച്ചവരെ പരിശുദ്ധരാക്കുന്നു എന്ന് പറയേണ്ടതുണ്ടോ? അപ്പോൾ ഒരു കുലത്തിൽ ഒരു ഭക്തോത്തമൻ ജനിക്കാനിട വന്നാൽ ആ കുലം മുഴുവൻ പരിശുദ്ധമാകുന്നു എന്ന് പറയേണ്ടതുണ്ടോ എന്ന് ചോദിക്കുകയാണ്. നമസ്തു ജഗതാം നാഥ നമസ്തേ ഭക്തിഭാവന നമ കാരുണികാനന്ദ രാമചന്ദ്ര നമോസ്തുതേ. ഹേ ജഗതാം നാഥ, ഈ ജഗത്തിന് മുഴുവൻ നാഥനായിട്ടുള്ളവനെ, നമസ്തേ, നിനക്ക് നമസ്കാരം ഭവിക്കട്ടെ. ഭക്തിഭാവന, ഭക്തിയെ ഭാവിപ്പിക്കുന്നവൻ അഥവാ ഭക്തിയിലൂടെ ഭാവിപ്പിക്കപ്പെടുന്നവൻ. ഭക്തിഭാവന, നിനക്ക് നമസ്കാരം ഭവിക്കട്ടെ. നമ കാരുണികാനന്ദ, ഹേ കാരുണിക, കാരുണ്യത്തോടൊത്തവനെ. ഹേ അനന്ത, നിനക്ക് നമസ്കാരം ഭവിക്കട്ടെ. രാമചന്ദ്ര നമോസ്തുതേ, ഹേ രാമചന്ദ്ര, നിനക്ക് നമസ്കാരം ഭവിക്കട്ടെ. ദേവയദ്യത്കൃതം പുണ്യം മയാ ലോകജിഗീഷയാ തത്സർവം തവ ബാണായ ഭൂയാദ് രാമ നമോസ്തുതേ. ഹേ രാമ, ലോകത്തെ ജയിക്കാൻ വേണ്ടി തപസ്സുകൊണ്ട് ഏതേത് പുണ്യം ഞാൻ സമ്പാദിച്ചോ അതിനെ മുഴുവൻ നിന്റെ അമ്പിൻ്റെ ലക്ഷ്യമാക്കിയാലും എന്ന് പറഞ്ഞ് സ്തുതി ഉപസംഹരിക്കുകയാണ്. മനോഹരമായൊരു സ്തുതിയാണ് ഈ പരശുരാമ സ്തുതിയും. പദാവലികളുടെ സൗന്ദര്യമല്ല, ആശയ സൗന്ദര്യം. അഹല്യാസ്തുതി ആശയ സൗന്ദര്യവും പദാവലികളുടെ സൗന്ദര്യവും ഒത്തൊരുമിച്ചതായിരുന്നു. ഏതായാലും ഇത്രയുമാണ് അധ്യാത്മരാമായണത്തിലെ ബാലകാണ്ഡത്തിലെ സ്തുതികൾ. ബാലകാണ്ഡത്തിലെ സ്തുതികൾ സാമാന്യം വായിച്ചു, ഒന്നുപോലും വ്യാഖ്യാനിച്ചിട്ടില്ലേ? സാമാന്യം വായിച്ചു. തൽക്കാലം നമുക്ക് ഉപസംഹരിക്കാം. ഓം ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ
തസ്മൈ ശ്രീ ഗുരവേ നമഃ.